സോ ഹേ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഓണം റിലീസുകളിൽ രണ്ടാമത്തെ സിനിമ ഞാൻ കണ്ടത് ഒമർ ലുലുവിൻ്റെ ബാഡ് ബോയ്സ്. നൗ ഓൺലൈനിൽ ഇതിന് എന്താ പറയുക, തുലാസിൽ നിൽക്കുന്ന പോലെ ട്രോളുകളുണ്ട്, എന്നാൽ പോസിറ്റീവ് റിവ്യൂസും ഉണ്ട്. നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി എൻ്റെ അഭിപ്രായം, സാധാ ഒമർ ലുലുവിടെ പടങ്ങളിൽ കാണുന്ന സെയിം DNA ഇതിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യും. കാരണം ഒരുപാട് സ്പൂഫുകൾ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഡെയിലി കണ്ടുവരുന്ന ചില കാര്യങ്ങളെ കോമഡി ആയിട്ട് ഇതിൽ നല്ല ഇഷ്ടം പോലെ റിലേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് എടുത്ത് പറയേണ്ടത്, പഴയ സിനിമകളിനേക്കാളും കൂടുതൽ സോഷ്യൽ കണ്ടൻറ് ക്രിയേറ്റേഴ്സിനെ ഇതിൽ ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് നടന്മാരുടെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾ സിനിമ കാണണം. കാരണം ഒരുപാട് പേർക്ക് എന്താ പറയുക, ഒരു ക്യാമിയോ റോള് പോലെ ഒരുപാട് ചെറിയ റോളുകൾ, ക്യാമിയോ എന്ന് പറയാം, ചെറിയ റോള് നല്ല പഴയ കാലത്ത് ഉണ്ടായിരുന്ന എവർഗ്രീൻ ആയിട്ടുള്ള ചില നടന്മാർക്കൊക്കെ ഏൽപ്പിച്ച് ചെയ്തിട്ടുണ്ട്. എടുത്ത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു നീണ്ട നിര തന്നെ ഉണ്ടാവും, ഒന്നും പറയുന്നില്ല. ആൻഡ് എസ്പെഷ്യലി ബാബു ആൻ്റണി ആൻഡ് നമ്മുടെ എവർഗ്രീൻ സൂപ്പർ സ്റ്റാർ റഹ്മാൻ, ഒരു രക്ഷയില്ല. എൻ്റെ അഭിപ്രായം വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒമർ ലുലുവിൻ്റെ പഴയ സിനിമകൾ സെയിം DNA ഇതിലും ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒരു പ്രത്യേക സോഷ്യൽ എലമെൻറ്റിനെ വെച്ച് കളിയാക്കുന്നതൊന്നുമല്ല, അതിൻ്റെ ഭീകരതയെക്കുറിച്ച് പറയുന്നതൊന്നുമല്ല. ഒരു സിനിമ, ഒരു കഥ. എസ്പെഷ്യലി ഈ കഥ മൊത്തം റിവോൾവ് ചെയ്യുന്നത് ആൻഡപ്പൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. ആൻഡപ്പൻ്റെ ക്യാരക്ടറാണ് റഹ്മാൻ ചെയ്തിരിക്കുന്നത്. സോ ആൻഡപ്പനാണ് ദ മെയിൻ ഗഡി ഓഫ് ദിസ് ഫിലിം. ആൻഡപ്പൻ്റെ ചുറ്റുമുള്ള 4 സുഹൃത്തുക്കളും പിന്നെ അവർ ഒരു ഗ്യാങ് ആയിട്ട് ആൻഡപ്പത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ചില രസകരമായ സംഭവവികാസങ്ങളാണ് സിനിമയിൽ പ്രതിഫലിപ്പിച്ചിരിക്കുന്നത്. എസ്പെഷ്യലി ഈ ബാബു ആൻ്റണി എന്ന് പറയുന്ന ആ ക്യാരക്ടർ, ആളെ അവതരിപ്പിക്കുന്ന ആ ക്യാരക്ടറിൻ്റെ ഒരു ബെൽസൺ, എന്തോ ഒരു ഗുണ്ടയാണ്. അറിയാണ്ട് ആളൊന്ന് കോമയിലേക്ക് പോവാണ്. ആ കോമയിലേക്ക് പോകാനുള്ള കാരണം ഈ ആൻഡപ്പനാവുന്നു. പിന്നീട് അതിന് ചൂട് പിടിച്ചുണ്ടാവുന്ന തൻ്റെ കുടുംബത്തിലുണ്ടാകുന്ന ചില രസകരമായ സംഭവവികാസങ്ങളാണ് പടത്തിലുടനീളം കാണിക്കുന്നത്. ആൻഡ് ഡ്രഗിനെ ഇല്ലായ്മ ചെയ്യുക, സേ നോ ടു ഡ്രഗ്സ്, അല്ലെങ്കിൽ ആ ഡ്രഗ് സൊസൈറ്റിയിൽ നിന്ന് അതിനെ എലിമിനേറ്റ് ചെയ്യുക എന്നതിൻ്റെ ഒരു വികാരം അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകത ഈ സിനിമ സംസാരിക്കുന്നുണ്ട് ചെറുതായിട്ട്. ആൻഡ് ക്ലൈമാക്സിലാണ് ഒരു ട്വിസ്റ്റ്, ലൈക്ക് അത് മാത്രമല്ല വേറെ ഒന്നിനെയും കുറിച്ചും കൂടി സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ക്ലൈമാക്സിൽ വേറെ ഒരു യൂട്ടേൺ കൂടി കാണിക്കുന്നുണ്ട്. എടുത്തു പറയുന്ന നടന്മാർ ഹരിശ്രീ അശോകൻ, ബാബു ആൻ്റണി, എവർഗ്രീൻ സൂപ്പർ സ്റ്റാർ റഹ്മാൻ, പോൾസൺ പോൾ, പിന്നെ കുറേ പേരുണ്ട് ഈ സിനിമയിൽ. ഉടനീളം ക്യാരക്ടേഴ്സ് നല്ല അടിപൊളിയായിട്ടുണ്ട്. കളർഫുൾ സിനിമ തന്നെയാണ്. തുടക്കത്തിൽ ഒരു പാട്ടോട് കൂടിയിട്ടാണ് തുടങ്ങുന്നത്. നമ്മുടെ ആൻഡപ്പൻ്റെ ആ ഒരു ചെറിയൊരു ഗാനമുണ്ട്, വളരെ ഇഷ്ടപ്പെട്ടു. ഭയങ്കര കളർഫുൾ തന്നെയാണ്. ആൻഡ് അതുപോലെ തന്നെ ആ കളർഫുൾനെസ് ഈ സിനിമ ഉടനീളം തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഹാറ്റ്സ് ഓഫ് ടു എൻറ്റയർ ടീം. ആൻഡ് ഇങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ തന്നെ അത്യാവശ്യം ഇത് വേണം. കാരണം എന്താ പറയുക, ഒരുപാട് സ്പൂഫുകൾ ഈ സിനിമയിലുണ്ട്, നിങ്ങൾ കാണുമ്പോൾ ശ്രദ്ധിക്കും. ആൻഡ് സിനിമ റിവ്യൂവേഴ്സിനെ വരെ ചില നല്ല രീതിയിലൊന്ന് ട്രോൾ ചെയ്തിട്ടും ഈ സിനിമയിൽ ചില സീൻസ് കാണിക്കുന്നുണ്ട്. ബാലു വരുന്നുണ്ട്, കുറേ പേര്, ടിനി ടോം, ഒരു അടിപൊളി. ആൻഡ് ഒരു റെഫറൻസ് ആയിട്ട് തോന്നിയത്, ഒരു ക്രോസ് റെഫറൻസ് പോലെ തോന്നിയത് ഇതിൽ റഹ്മാൻ്റെ ആ ഒരു രൂപം, ഹെയർ കട്ടും, നമ്മുടെ ടർബോ ജ്യൂസ്, മമ്മൂട്ടി അഭിനയിച്ച ടർബോ ജ്യൂസില്ലേ, അതിൻ്റെ സെയിം കട്ട് പോലെ ഫീൽ ചെയ്തു. ലൈക്ക് ഡിഫറെൻറ്റ് യൂണിവേഴ്സിൽ ടർബോ ജ്യൂസ് എങ്ങനെയായിരിക്കും, ആ രീതിയിലുള്ള ഒരു സിനിമ പോലെ എനിക്ക് ചെറിയൊരു എനിക്ക് തോന്നി. അതെനിക്ക് മാത്രം തോന്നിയതാണ് കേട്ടോ. സോ ഗൈസ്, റിവ്യൂവേഴ്സ് ഒട്ടുമിക്കവരും പോസിറ്റീവ് തന്നെയാണ് പറയുന്നത്. ബിക്കോസ് യു സി, ആറും എന്ന് പറയുന്ന സിനിമ അത്യാവശ്യം ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ ചെറിയൊരു പഴയ കാലഘട്ടത്തിലെ കഥയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത് പക്ക കോമഡി എലമെൻറ്റ് മാത്രം കേന്ദ്രീകരിച്ച് ഒരു സിനിമ ഇറക്കിയിരിക്കുകയാണ് ഒമർ ലുലു. സോ ദാറ്റ് വാസ് ആളുടെ രീതി അങ്ങനെ തന്നെയാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആൻഡ് അതൊക്കെ തന്നെ ഗൈസ്, ഐ ഹൈലി റെക്കമെൻഡ് യു ഗൈസ് ടു വാച്ച് ദിസ്. ഒരു ചിരിച്ച് മണ്ണ് തപ്പാവുന്ന ചില സംഭവ മുഹൂർത്തങ്ങളൊക്കെ ഉണ്ട്. എസ്പെഷ്യലി പിഷാരടിയുടെ
ആ ഒരു റോക്കി ഷഡ്ഡികൾ എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തുകയും പിന്നെ കക്ഷി ആ ബോബി ചെമ്മന്നൂറിൻ്റെ ആ ഒരു അറ്റയർ എന്താ പറയുക, എവിടെ പോയാലും ടീഷർട്ടിന് മാച്ചിങ് ആയിട്ടുള്ള മുണ്ട് എവിടെ പോയാലും അത് ഇടുകയും. സോ ഈ സ്പൂഫിങ് ബോബി ചെമ്മന്നൂറിൻ്റെ ഇഷ്ടം പോലെ വളരെയധികം ഇഷ്ടപ്പെട്ടു, ഒന്നും പറയാനില്ല. ഐ മീൻ ഹൈലി റെക്കമെൻഡ് യു ഗൈസ് വാച്ച്. ഇറ്റ്സ് ലൈക്ക് എ ചേഞ്ച്. ലൈക്ക് ആർമിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല, ടോവിനോ തോമസിൻ്റെ ആർമിനെ അജയൻ്റെ രണ്ടാം മോഷണത്തെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ഇറ്റ്സ് ടോട്ടലി ലൈക്ക് സംതിങ് ന്യൂ. highly recommend you guys to watch it. Until then, I'll come back with another movie review which should be കിഷ്കിന്ദ കാണ്ഡം. യെസ്, കിഷ്കിന്ദ കാണ്ഡം. അത് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ആണെന്നാണ് എൻ്റെ ഒരു ഊഹം. ട്രെയിലർ ഞാൻ കണ്ടിട്ടില്ല, കണ്ടവരെല്ലാവരും പറഞ്ഞ് അടിപൊളി തന്നെയാണെന്നാണ്. അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ പെപ്പയുടെ സിനിമയും കൂടി കാണാൻ. So guys, stay tuned for the next review. Until then, share your thoughts in the comment section below. അതുവരേക്കും മറക്കുന്ന ബൈ.